കേരളത്തിന്റെ വികസന ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന 13,000 കോടി രൂപയുടെ ഒരു വമ്പൻ നിക്ഷേപം. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ചാലുകളിലൊന്നായ വിഴിഞ്ഞത്തേക്ക് ആഗോള ഷിപ്പിംഗ് ഭീമനായ MSC കടന്നു വരുമ്പോൾ അണിയറയിൽ നടക്കുന്നത് എന്തൊക്കെയാണ്? ആരാണ് ഇതിന് പിന്നിൽ ചരട് വലിക്കുന്നത്? കേരളം കാത്തിരുന്ന ആ മഹാത്ഭുതം ഒരു സ്വകാര്യ കുത്തകയുടെ കൈകളിൽ ഒതുങ്ങിപ്പോകുമോ? അതോ പതിവ് പോലെ വികസന വിരോധികളുടെ രാഷ്ട്രീയ വിലപേശലിൽ ഈ സ്വപ്നവും കരിഞ്ഞു പോകുമോ? അതെ, വിഴിഞ്ഞം പോർട്ട് ഇപ്പോൾ ഒരു വലിയ യുദ്ധക്കളമാണ്. എന്താണ് വിഴിഞ്ഞത്ത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? കാണാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമായപ്പോൾ നമ്മൾ മലയാളി ഒന്നുപോലെ അഭിമാനിച്ചു. ചൈനയോടും സിംഗപ്പൂരിനോടും ദുബായിയോടും മത്സരിക്കാൻ പോകുന്ന ഇന്ത്യയുടെ സുവർണ കവാടം. എന്നാൽ ആ വിഴിഞ്ഞം ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. വരികൾക്കിടയിലൂടെ വായിച്ചാൽ മാത്രം മനസ്സിലാകുന്ന ചില കറുത്ത കളികൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞു. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അഥവാ MSC വിഴിഞ്ഞം തുറമുഖത്ത് 13,000 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തെ പാടെ മാറ്റിമറിക്കാൻ പോകുന്ന, പ്രത്യക്ഷമായും പരോക്ഷമായും 1,00,000-ലധികം പേർക്ക് തൊഴിൽ നൽകാൻ പോകുന്ന ഒരു നിക്ഷേപമാണിത്. സാധാരണഗതിയിൽ എന്താ സംഭവിക്കേണ്ടത്? ഭരിക്കുന്ന സർക്കാരും പ്രതിപക്ഷവും ഇതിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കേണ്ടതല്ലേ? എന്നാൽ കേരളത്തിൽ പതിവ് പോലെ കളി മാറി മറഞ്ഞു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ എന്താ സാധാരണ കേരളത്തിൽ നടക്കാറ്? കൂട്ടത്തല്ല്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പതിവ് പോലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേ സ്വരത്തിൽ, ഒരേ താല്പര്യത്തോടെ ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ട് ഇതിനെതിരെ വാളോങ്ങി രംഗത്ത് എത്തിയിരിക്കുകയാണ്. നിയമസഭയ്ക്കുള്ളിൽ അരങ്ങേറിയ നാടകങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇതിന് പിന്നിലെ ഗൂഢാലോചന വ്യക്തമാകാൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിൽ ഒരു സബ്മിഷനിലൂടെ ഈ വിഷയം ഉന്നയിക്കുന്നു. സാധാരണ ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കേണ്ട പ്രതിപക്ഷം ഇവിടെ ഉന്നയിക്കുന്നത് എന്താണ്? അദാനി ഗ്രൂപ്പ് സംസ്ഥാന സർക്കാരിന് മുൻകൂർ അനുമതിയില്ലാതെ ഓഹരി കൈമാറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത് വിഴിഞ്ഞം തുറമുഖത്തെ MSCയുടെ കുത്തകയാക്കി മാറ്റും. മറ്റ് കപ്പലുകൾക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കും. ഇതൊക്കെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാദങ്ങൾ. ഇതിന് മറുപടിയായി മുഖ്യമന്ത്രി എന്താ പറയുന്നത്? അദാനി ഗ്രൂപ്പ് സംസ്ഥാന സർക്കാരിന് മുൻകൂർ അനുമതി തേടിയിട്ടില്ല എന്നും അനുമതിയില്ലാതെ ഓഹരി കൈമാറ്റം ചെയ്യാൻ കഴിയില്ല എന്നും ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് പത്രവാർത്തകളിലൂടെ മാത്രമാണ് അറിഞ്ഞത് എന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിക്കുന്നു. കേൾക്കുമ്പോൾ എന്തൊരു പൊരുത്തം! ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേ തരംഗ ദൈർഘ്യത്തിൽ ഒരേ വിഷയത്തിൽ ആശങ്കപ്പെടുന്നു. ഇതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? അത് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ. ഇവിടെയാണ് സസ്പെൻസ്. അദാനി ഗ്രൂപ്പും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തമ്മിൽ ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥകൾ എന്താണ്? കരാർ കൃത്യമായി പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. നമ്മൾ ഇതിനെക്കുറിച്ച് അന്നേ സംസാരിച്ചതാണ്. എങ്കിൽ കൂടി ആവർത്തിക്കുന്നു. തുറമുഖത്തിന്റെ നടത്തിപ്പും വികസനവുമായി ബന്ധപ്പെട്ട് നിക്ഷേപങ്ങൾ ആകർഷിക്കാനും ഓഹരി പങ്കാളിത്തം ഉറപ്പാക്കാനും അദാനി ഗ്രൂപ്പിന് വ്യവസ്ഥാപിതമായ അവകാശങ്ങളുണ്ട്. ഇതൊന്നും അറിയാതെയാണോ നമ്മുടെ നേതാക്കൾ സംസാരിക്കുന്നത്? അവർക്കിതൊക്കെ അറിയാം. പിന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടവർ ശീലിച്ചു പോയില്ലേ? അതിലാണ് അവർ ഹരം പിടിക്കുന്നത്. അദാനി ഗ്രൂപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഔദ്യോഗികമായി അപേക്ഷ നൽകും. ചീഫ് സെക്രട്ടറി അടങ്ങുന്ന പ്രത്യേക സമിതി ഇത് പരിശോധിച്ച് മന്ത്രിസഭ ചർച്ച ചെയ്ത ശേഷം മാത്രമേ അന്തിമ തീരുമാനമെടുക്കൂ. ദേശീയ സുരക്ഷ, പൊതുതാൽപര്യം, വിദേശ നിക്ഷേപം, നയം എന്നിവയെല്ലാം പരിശോധിക്കാൻ സർക്കാരിന് പൂർണ്ണ അധികാരമുണ്ട്. ഇത്രയും കർശനമായ നടപടിക്രമങ്ങൾ മുന്നിലുള്ളപ്പോൾ പ്രാരംഭ ചർച്ചകൾ തുടങ്ങുമ്പോൾ തന്നെ എന്തിനാണ് ഇവർ ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തുന്നത്? എന്തിനാണ് തീരദേശത്ത് വീണ്ടും ഒരു പ്രതിഷേധത്തിൻ്റെ കനലുകൾ കോരിയിടാൻ ശ്രമിക്കുന്നത്? ഉത്തരം അത്ര ലളിതമാണ്. വിലപേശൽ. അദാനിയുമായി പല കാര്യങ്ങളിലും പല തലങ്ങളിലും വിലപേശൽ നടത്താനുള്ള ഇരു കൂട്ടരുടെയും ഗൂഢമായ രാഷ്ട്രീയ തന്ത്രമാണിത്. തുറമുഖ നിർമ്മാണ സമയത്ത് വിഴിഞ്ഞത്ത് നമ്മൾ കണ്ടതെന്താണ്? മാസങ്ങളോളം നീണ്ടുനിന്ന വികസന വിരുദ്ധ സമരങ്ങൾ. അന്ന് പദ്ധതി തകർക്കാൻ നോക്കിയവർ ഇപ്പോൾ വമ്പൻ നിക്ഷേപങ്ങൾ വരുമ്പോൾ അതിനെ തടയാൻ നോക്കുന്നു. കാരണം ജനങ്ങൾക്കിടയിൽ ഭീതി വിതച്ചാൽ മാത്രമേ ഇവർക്ക് രാഷ്ട്രീയമായി ലാഭം കൊയ്യാനും സാധിക്കൂ, നിലനിൽപ്പുള്ളൂ. ഇനി നമുക്കിതിൻ്റെ സാമ്പത്തിക വശങ്ങളും യാഥാർത്ഥ്യങ്ങളും ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിക്കാം. തുറമുഖ രംഗത്തെക്കുറിച്ച് അല്പമെങ്കിലും വിവരവും ബുദ്ധിയും ബോധവും ഉള്ളവർക്കറിയാം, ഒരു അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് വിജയിക്കണമെങ്കിൽ വെറുതെ വലിയ ആഴമുള്ള കടൽ മാത്രം ഉണ്ടായാൽ പോരാ. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് ലൈനർ കമ്പനികളുടെ പിന്തുണ അതിന് വേണം. ലോകത്തിലെ 1-ാം നമ്പർ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയാണ് MSC, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്നാണ് ഇതിൻ്റെ പൂർണ്ണനാമം.
ലോകമെമ്പാടുമുള്ള 800-ലധികം കപ്പലുകൾ ഇവരുടേതാണ്. അന്താരാഷ്ട്ര കടൽ മാർഗങ്ങളിലെ സിംഹഭാഗവും നിയന്ത്രിക്കുന്നതും ഇവർ തന്നെയാണ്. ആ MSC ആണ് വിഴിഞ്ഞത്തേക്ക് 13,000 കോടി രൂപയുടെ നിക്ഷേപവുമായി വരുന്നത്. പതിവ് പോലെ ആട്ടി ഓടിക്കാൻ നോക്കുന്നു. എന്നിട്ട് പറയും അയ്യോ ഇവിടെ വികസനമില്ലേ എന്ന്. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, ഉറപ്പായ ബിസിനസ്. MSC വിഴിഞ്ഞത്ത് പങ്കാളിയായി കഴിഞ്ഞാൽ അവരുടെ പടുകൂറ്റൻ മദർഷിപ്പുകൾ സ്ഥിരമായി വിഴിഞ്ഞത്തെത്തും. അതായത് തുറമുഖത്തിന് കൃത്യമായ വരുമാനവും ബിസിനസ്സും ഉറപ്പാണ്. പിന്നെ രണ്ടാമത്, ആഗോള ലോജിസ്റ്റിക് ഹബ്ബ്. നിലവിൽ ഇന്ത്യയിലെ ഭൂരിഭാഗം ട്രാൻസ്ഷിപ്മെൻറ്റ് കാർഗോകളും പോകുന്നത് സിംഗപ്പൂർ, ദുബായ്, കൊളംബോ തുറമുഖങ്ങളിലേക്കാണ്. MSC ഇവിടെ നിക്ഷേപം നടത്തുന്നതോടെ വിഴിഞ്ഞം സിംഗപ്പൂരിനും ദുബായിക്കും ഒപ്പം എത്തുന്ന രാജ്യാന്തര ലോജിസ്റ്റിക് ഹബ്ബായി മാറും. ഭാരതത്തിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണയം ലാഭിക്കാൻ ഇതിലൂടെ സാധിക്കും. 3, തൊഴിലവസരങ്ങളുടെ പെരുമഴ. 13,000 കോടിയുടെ നിക്ഷേപം വരുന്നതോടെ പോർട്ട് അധിഷ്ഠിത വ്യവസായങ്ങൾ, ലോജിസ്റ്റിക് പാർക്കുകൾ, വെയർഹൗസുകൾ എന്നിവയെല്ലാം വിഴിഞ്ഞത്തിന് ചുറ്റും ഉയരും. ഇതുവഴി പ്രത്യക്ഷമായും പരോക്ഷമായും 100,000-ലധികം മലയാളി യുവാക്കൾക്കാണ് ജോലി ലഭിക്കാൻ പോകുന്നത്. ഇത്രയും വലിയ അനന്ത സാധ്യതകൾ മുന്നിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ നേതാക്കൾ പറയുന്നത് MSC വന്ന കുത്തകയാകും, മറ്റ് കപ്പലുകൾ വരില്ല എന്നൊക്കെ. എന്തൊരു വിരോധാഭാസവും വിഡിത്തമാണിത്. ലോകത്തിലെ എല്ലാ പ്രധാന തുറമുഖങ്ങളിലും വമ്പൻ ഷിപ്പിംഗ് കമ്പനികൾ ഓഹരി പങ്കാളിത്തമുണ്ട്. ദുബായിലെ ജബൽ അലി പോർട്ടാകട്ടെ, സിംഗപ്പൂർ പോർട്ടാകട്ടെ, അവിടെയെല്ലാം ഇത്തരം ആഗോള കമ്പനികളുടെ നിക്ഷേപമുണ്ട്. അത് തുറമുഖത്തിന്റെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ. ഇതൊന്നും അറിയാത്തവരല്ല നമ്മുടെ ഭരണ പ്രതിപക്ഷ നേതാക്കൾ. എന്നിട്ടും അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. കേരളത്തിന്റെ വികസന കാര്യത്തിൽ എപ്പോഴും ഒരേ തൂവൽ പക്ഷികളാണ് ഇടതും വലതും. നാടിന് ഒരു ഗുണവുമില്ല. നാടിന് ഗുണകരമായ ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ എങ്ങനെ രാഷ്ട്രീയം കലർത്താം, അതിനെ എങ്ങനെ ഇവിടെ നിന്നും ഓടിക്കാം, അതിൽ നിന്ന് എങ്ങനെ ലാഭം കൊയ്യാം എന്ന് ചിന്തിക്കുന്ന കാര്യത്തിൽ ഇവർ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഒരു വശത്ത് വികസനത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ മത്സരിക്കുന്നവർ തന്നെ മറുവശത്ത് നിക്ഷേപകരെ ഭയപ്പെടുത്തി ഇവിടുന്ന് ഓടിക്കാൻ നോക്കുകയാണ്. വിഴിഞ്ഞം പദ്ധതി ഇത്രയും വൈകിച്ചതിന് ഉത്തരവാദികൾ ആരാണ്? ഇതേ രാഷ്ട്രീയക്കാരല്ലേ? ഇപ്പൊ പദ്ധതി പൂർത്തിയായി കപ്പലുകൾ വന്നു തുടങ്ങി ലാഭം തരുന്നൊരു വലിയ കേന്ദ്രമായി വിഴിഞ്ഞം മാറുമ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കാൻ ഇവർ വീണ്ടും തീരദേശത്ത് തീക്കളി നടത്തുകയാണ്. തീരദേശത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ വികാരങ്ങളെ ചൂഷണം ചെയ്ത് അവരെ വീണ്ടും തെരുവിലേക്ക് ഇറക്കി വിട്ട് അദാനി ഗ്രൂപ്പിൻ്റെ സമ്മർദ്ദത്തിലാക്കുക. എന്നിട്ട് അണിയറയിലിരുന്ന് സ്വന്തം ആവശ്യങ്ങൾ നേടിയെടുക്കുക. ഇതാണ് ഇവരുടെ സ്ഥിരം അടവ് നയം. മെട്രോ വന്നപ്പോഴും ഗെയിൽ പൈപ്പ് ലൈൻ വന്നപ്പോഴും എന്തിന് ദേശീയപാത വികസനത്തിൻ്റെ കാര്യത്തിൽ പോലും നമ്മൾ കണ്ടത് ഇതേ കപട നാടകങ്ങളാണ്. വിഴിഞ്ഞം എന്നത് വെറുമൊരു തുറമുഖമല്ല, അത് കേരളത്തിൻ്റെ ഭാവി തലമുറയുടെ പ്രതീക്ഷയാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.